എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തെയും കുറ്റം പറയുകയില്ല. കഴിഞ്ഞ നഗരസഭാ കൗൺസിലിന്റെ വൻ പരാജയം, ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ മുമ്പിൽ വന്നല്ലോ. അതുകൊണ്ടാണല്ലോ ആളുകൾ അങ്ങനെ പ്രതികരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള വികാരം വോട്ടുകളായി എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്നാണ് പരിശോധിക്കുന്നത്. അതൊക്കെ ഞാൻ പഠിക്കേണ്ടത് വിലയിരുത്തുന്നത് അതത് പാർട്ടികളും മുന്നണികളും നടത്തിക്കോട്ടെ. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്റെ മുൻ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഫോൺ വിളിച്ച് പറയുന്ന പ്രവർത്തനമല്ല, ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതുപോലെയുള്ള പ്രവർത്തനം എന്റെ സഹപാഠികൾ അല്ലെങ്കിൽ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തുവെങ്കിലും കേവല ഭൂരിപക്ഷം എന്നൊരു നേട്ടത്തിലേക്ക്, എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും BJPക്ക് കടമ്പകൾ ഒരുപാട് കടക്കേണ്ടതായിട്ടുണ്ട്. അതായത് കേവല ഭൂരിപക്ഷത്തോടെ ഒരു സുഗമമായ ഭരണം നടത്താൻ BJPക്ക് ഇനിയും കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. പ്രതീക്ഷ രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. അവരിൽ ഒരാളെ ഒപ്പം കൂട്ടുക എന്നൊരു നീക്കമാണ് BJPക്ക് നിലവിലുള്ളത്. ആ ശ്രമങ്ങളൊക്കെ BJP നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രണ്ട് അവർ സ്വതന്ത്രരായി തന്നെ നിൽക്കുമോ, അതോ BJPക്കൊപ്പം ചേരുമോ, LDF-നൊപ്പം ചേരുമോ, UDF-നൊപ്പം ചേരുമോ, ചോദ്യം ശക്തമായി തന്നെ നിൽക്കുകയാണ്. രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ രണ്ടുപേരും മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ്. എന്താണ് അവരുടെ അടുത്ത നീക്കം എന്നത് അവരുടെ പ്രതികരണത്തിലേക്ക്. വാർഡിലെ ആളുകളുടെ വികസന കാര്യങ്ങളിൽ എനിക്ക് എന്നെ തെരഞ്ഞെടുത്ത ആളുകളുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് നിറവേറ്റാൻ ഈ കോർപ്പറേഷനിൽ നിന്ന് ഏതൊക്കെ മുന്നണികൾ ആരൊക്കെ വ്യക്തികളൊക്കെ എന്നെ സഹായിച്ചാൽ അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എന്റെ. അത് ഞാൻ നാട്ടിലെ ആളുകളുമായി ചർച്ച ചെയ്തൊരു വികസന പത്രിക തയ്യാറാക്കുക. അത് ഇതിന്റെ ലീഡർഷിപ്പ്, ഇത് പ്രബലരായ 3 സംവിധാനങ്ങൾ പാർട്ടികളൊക്കെ ആണല്ലോ ഇവിടെ മുന്നണികൾ, അവർക്ക് സമർപ്പിക്കും. അത് എന്റെ വാർഡിനെ സഹായിക്കുന്ന നിലപാടെടുക്കുന്ന ആരാണ്, അവരോടൊപ്പം പോസിറ്റീവായി പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് നിലപാട്. LDF BJP നേതാക്കളും ഭാഗത്തുനിന്ന് നീക്കം ഉണ്ടായിട്ടുണ്ടോ, ബന്ധപ്പെട്ടിരുന്നുണ്ട്? അങ്ങനെയല്ല, അവര് ഞാൻ ഈ പ്രസ് ക്ലബിന്റെ ഭാരവാഹി കയറുന്നത് തന്നെ ഇവരുമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലോ. അപ്പൊ അങ്ങനെ പലരും വിളിക്കുകയും സംസാരിക്കുകയും അഭിനന്ദിക്കുകയും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പറയുകയൊക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല, ഒരു ടോപ്പില്ല. സ്വതന്ത്രമായിട്ട് തന്നെ നിൽക്കും എന്നൊരു തീരുമാനം ഒരു സംശയമുണ്ടല്ലോ. അങ്ങനെ തന്നെ മറ്റൊരു BJPയുടെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം അല്ലല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ആ കാര്യത്തിൽ വരുന്നത് തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പാസ്സാക്കി എടുക്കുന്നതൊക്കെ അല്ലേ, അത് പ്രശ്നാധിഷ്ഠിതമായ തീരുമാനമുള്ളൂ. കഴിഞ്ഞ 5 വർഷം എന്തൊക്കെയാണ് ജനങ്ങൾ നേരിട്ടത് എന്നത് അങ്ങേക്കറിയാം. അപ്പൊ അതിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്താൻ? അത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തെയും കുറ്റം പറയുകയില്ല. കഴിഞ്ഞ നഗരസഭാ കൗൺസിലിന്റെ വൻ പരാജയം, ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ മുമ്പിൽ വന്നല്ലോ. അതുകൊണ്ടാണല്ലോ ആളുകൾ അങ്ങനെ പ്രതികരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള വികാരം വോട്ടുകളായി എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്നാണ് പരിശോധിക്കുന്നത്. അതൊക്കെ ഞാൻ പഠിക്കേണ്ടത് വിലയിരുത്തുന്നത് അതത് പാർട്ടികളും മുന്നണികളും നടത്തിക്കോട്ടെ. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ തന്നെയാണ് നീക്കം. ഞാൻ പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് ഒരു വാർഡിനെ പ്രതികരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് മൊത്തം കാര്യങ്ങളുടെ ഒരു വിലയിരുത്തൽ അഭിപ്രായ പ്രകടനം നടക്കില്ല. ഞാൻ പറഞ്ഞത് നഗരത്തിന്റെ മുഖച്ഛായ മാറണം, അതോടൊപ്പം എന്റെ വാർഡിന്റെ അടുത്ത് പോസിറ്റീവായ നിലപാട് വേണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ എന്റെ ഒരു പിന്തുണ, നേരത്തെ പറഞ്ഞ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു പിന്തുണ ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനത്തിലെത്തേണ്ടത്. പ്രതിപക്ഷത്തിന്റെ കൂടെയല്ല, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട്. ഇപ്പൊ ഞങ്ങൾ 2 പേരുണ്ട്, 2 സ്വതന്ത്ര ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഞാനിപ്പോ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ. പുള്ളി ഒരു സ്വതന്ത്ര നിലപാടിലെടുത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കൊരു കമ്മിറ്റി ഉണ്ട്. ആ കോർ കമ്മിറ്റിയിൽ ഇന്നലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു. ഇങ്ങനെയാണ് 2 ദിവസം മുന്നേ ഒരു മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു. അപ്പൊ അതിൽ സ്വതന്ത്ര നിലപാടെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ള തീരുമാനമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ പറയുന്ന NDAക്കും LDF-നും UDF-നും പിന്തുണ നൽകേണ്ട, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ള ഒരു തീരുമാനമാണ്. അത് നിൽക്കുക, ഭാവിയിൽ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണോ വരുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുമല്ലോ, ആ തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എടുത്ത നിലപാട്. ഇവരുടെ ഭാഗത്ത് ഒരു സമീപനം ഉണ്ടായോ, കൂടെ നിൽക്കണം എന്നൊരു സമീപനം അവരുടെ UDF, LDF, BJPയുടെ ഭാഗത്ത്? LDF തന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് അവരുടേതായിട്ടൊരു രാഷ്ട്രീയ നിലപാടെടുത്താണ് അവർ നിൽക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ഞാനൊരു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുന്നുള്ള രീതിയിൽ UDF-ന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിന്റെ നേതൃത്വമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഡയറക്ടറേറ്റ് വിളിച്ചിട്ടില്ലെങ്കിലും എന്നോടൊപ്പം നിന്ന് വർക്ക് ചെയ്യുന്നു. കാര്യം എന്നോടൊപ്പം വർക്ക് ചെയ്ത ഭൂരിപക്ഷം ആൾക്കാരും കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ട്. കൂടാതെ LDF-ഉം BJP-യും ഒക്കെ ഉണ്ട് പബ്ലിക്കലി. അവർ സ്വതന്ത്രം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് നമ്മളോടൊപ്പം സഹകരിച്ചത്. അപ്പോൾ അങ്ങനെ പല നേതൃത്വത്തിനെയും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിനെ സമീപിച്ച് അതിനോടൊപ്പം കോൺഗ്രസിന്റെ നേതൃത്വം സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങള് ഈ നിലപാടാണ് അവരുടെ അടുത്ത് അറിയിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ നേതൃത്വമൊക്കെ ഇടപെട്ടപ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ഈ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇനി തുടർന്നുള്ള ബന്ധപ്പെടലും നടന്നിട്ടില്ല. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയാണ്? ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ എന്തൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്? എനിക്കൊരു പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രിക എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായി വീട്ടിൽ ഇരുന്ന് എഴുതി വെറുതെ ജയിക്കാൻ വേണ്ടി എഴുതുകയല്ല.
ഞാൻ ജനിച്ചു കിടക്കുന്ന നാടാണ്. ആ നാടിന്റെ പല പ്രശ്നങ്ങളുണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പലതും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്, മനഃപൂർവ്വം ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കുറച്ച് ഫണ്ട് വേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞങ്ങൾ എഴുതി അത് ഏത് രീതിയിൽ തയ്യാറാക്കണം, നടപ്പിലാക്കണം എന്നുള്ള ഒരു ആശയം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ആശയത്തിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി എടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന വെള്ളപ്പൊക്കം. എന്റെ വാർഡ് എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയ കൂടി വരുന്നതാണ്. അപ്പൊ അവിടെ തീരദേശ മേഖലയിൽ കടലേറ്റം ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസം മുന്നേയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ്. അതവിടെ നമ്മുടെ തീരദേശം കയ്യേറി വരുന്നതുകൊണ്ട് അതിനെ തടയിടാൻ വേണ്ടിയുള്ള പ്രാരംഭ നടപടികളിൽ പ്രവർത്തനമായിട്ട് അതിന്റെ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ ആവശ്യമുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ ആ പ്രോജക്റ്റുകളൊക്കെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടിലെ വികസനം, അതായത് 5 വർഷം കൊണ്ട് ഒരു സാധാരണ കൗൺസിലറിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിൽ ഉപരി ഒരുപാട് ഫണ്ടുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ ഫണ്ടുകൾ കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ ഒരുപാട് വിശ്വാസം ഫസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ ജനങ്ങൾ. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്റെ മുൻ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഫോൺ വിളിച്ച് പറയുന്ന പ്രവർത്തനമല്ല, ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതുപോലെയുള്ള പ്രവർത്തനം എന്റെ സഹപാഠികളോ അല്ലെങ്കിൽ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അത് കൃത്യമായിട്ട് അത് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് കാണുന്നത്.